ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. जोहर कितना रकात है? जोहर के 4 रकात, 4 रकात। असर कितना है? असर के 12 रकात, 12 रकात है। मगरिब कितना है? मगरिब के 5 रकात, 5 रकात। सुबह कितना रकात है? सुबह के 3 रकात। നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു വേഷം മാറി വന്ന സ്ത്രീയാണെന്നും അതുപോലെ തന്നെ പറയുന്നതെല്ലാം കളവാണെന്നും മനസ്സിലായി. നമ്മൾ പിശ കൊടുക്കണ്ടെന്നല്ല, അതുപോലെ തന്നെ സഹായം ചെയ്യേണ്ടെന്നല്ല. നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ സഹായം നമ്മൾ നിർത്തലാക്കണം. കാരണം നമ്മൾ ഈ നല്ല മനസ്സിനെ ഒരുപാട് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ നല്ല മനസ്സ് കാരണം മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുട്ടികൾ നഷ്ടപ്പെടാനും കേരളത്തിലെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 1000-ന് മുകളിൽ കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഫസ്റ്റൊക്കെ 1-2 മാസം കാണാനില്ല എന്നുള്ളൊരു ഇതൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടാവും. പിന്നീട് ഈ കുട്ടികളെ കാണാനില്ല. ഈ കുട്ടികളൊക്കെ എത്തിപ്പെടുന്നത് വലിയ അവയവ ദാന ലോബികളുടെ അടുത്താണ്. ലക്ഷങ്ങളും കോടികൾക്കാണ് അവയവം മുറിച്ചു വെക്കുന്നത്. നമ്മളെ ഈ നല്ല മനസ്സ് കാരണം മറ്റുള്ള ഒരാളുടെ കുട്ടികൾ നഷ്ടപ്പെടാനും സമ്പത്ത് നഷ്ടപ്പെടാനും നമ്മൾ അനുവദിക്കരുത്. നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് അടുത്തുള്ള പള്ളികൾക്കോ അമ്പലങ്ങൾക്കോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ അവരെ പേരും അഡ്രസ്സും എഴുതിയെടുത്തിട്ട് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അറിയുന്ന ആളുകൾക്ക് കൊടുക്കുക. നമ്മളറിയാത്ത ഒരാളുകൾക്ക് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആളുകൾക്കും ജീവിക്കട്ടെ എന്നൊക്കെ പല ആളുകളും പറയും. ജീവിച്ചോട്ടെ, അവർക്ക് ഫുട്പാത്ത്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ജീവിച്ചോട്ടെ. നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളടിക്കാനും മറ്റുള്ളവരുടെ കുട്ടികൾ നഷ്ടപ്പെടാനും നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഓക്കെ, സമ്പത്ത് കൊള്ളടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുട്ടികൾ നഷ്ടപ്പെടാനും കേരളത്തിലെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 1000-ന് മുകളിൽ കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഫസ്റ്റൊക്കെ 1-2 മാസം കാണാനില്ല എന്നുള്ളൊരു ഇതൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടാവും. പിന്നീട് ഈ കുട്ടികളെ കാണാനില്ല. ഈ കുട്ടികളൊക്കെ എത്തിപ്പെടുന്നത് വലിയ അവയവ ദാന ലോബികളുടെ അടുത്താണ്. ലക്ഷങ്ങളും കോടികൾക്കാണ് അവയവം മുറിച്ചു വെക്കുന്നത്. നമ്മളെ ഈ നല്ല മനസ്സ് കാരണം മറ്റുള്ള ഒരാളുടെ കുട്ടികൾ നഷ്ടപ്പെടാനും സമ്പത്ത് നഷ്ടപ്പെടാനും നമ്മൾ അനുവദിക്കരുത്. നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് അടുത്തുള്ള പള്ളികൾക്കോ അമ്പലങ്ങൾക്കോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ അവരെ പേരും അഡ്രസ്സും എഴുതിയെടുത്തിട്ട് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അറിയുന്ന ആളുകൾക്ക് കൊടുക്കുക.